UDF പെരുമാതുറ മേഖല സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. നമ്മുടെ പെരുമാതുറ മേഖലയിൽ 3 പഞ്ചായത്തുകളിലായിട്ട് 7 വാർഡുകളുണ്ട്. ഇപ്രാവശ്യം ഈ 7 വാർഡുകളും ഞങ്ങൾ പിടിച്ചെടുക്കും. മാന്യപ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചിറയൻകീഴ് പഞ്ചായത്തിൻ്റെ 3 വാർഡുകൾ 11, 12, 13 വാർഡുകളും, അടൂർ പഞ്ചായത്തിൻ്റെ 12, 13 വാർഡുകളും, കണ്ണങ്ങം പഞ്ചായത്തിൻ്റെ 2 വാർഡുകളും നമ്മുടെ ഈ മേഖലയിലാണ്. തീർച്ചയായും കരുത്തുറ്റ രാഷ്ട്രീയ പോരാട്ടം ഇപ്രാവശ്യം ഉണ്ടാവും. നമ്മുടെ ഈ 7 വാർഡുകളും UDFിൻ്റെ തരംഗത്തിൽ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായും ഞങ്ങളത് പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. നമ്മുടെ സ്ഥാനാർത്ഥികൾ ഇവരാണ്. ചിറയൻകീഴ് പഞ്ചായത്തിലെ 11-ാം വാർഡ് ഒറ്റപ്പലയിൽ മത്സരിക്കുന്നത് ശ്രീമതി ഷരീന ബീഗമാണ്. നമ്മുടെ പാർട്ടി ചിഹ്നത്തിൽ കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ജെസ്സി എന്നാണ് അറിയപ്പെടുന്നത്. 12-ാം വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ബുഷ്റ നജീബാണ്. അതേപോലെ 13-ാം വാർഡ് 12-ാം വാർഡിന്റെ പേര് പെരുമാതുറ എന്നാണ്. 13-ാം വാർഡ് പൊടിക്കര വാർഡിൽ മത്സരിക്കുന്നത് മഞ്ജു എസ് സജനാണ്. നമ്മുടെ സംവരണ വാർഡാണ്. അതേപോലെ നമ്മുടെ അടൂർ ഗ്രാമപഞ്ചായത്തിലെ പഴയ 1-ാം വാർഡ് ഇപ്പോൾ വാർഡായിട്ട് ഡിലിഗേഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ അതും സംവരണ വാർഡാണ്. അവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ മത്സരിച്ച സജീവ് ചന്ദ്രനാണ്. അവിടെ തന്നെ പഴയ വാർഡ് മെമ്പറായിട്ടുള്ള നസ്യ സുധീറാണ് തൊട്ടപ്പുറത്തെ വാർഡായിട്ടുള്ള കൊട്ടാഞ്ചേരി വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ റാലിയിൽ പങ്കെടുത്ത ഞങ്ങളുടെ ജില്ലാ ഡിവിഷനിലെ UDFിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സജിത്ത് മുട്ടപ്പുലം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ചേരാമംഗലത്ത് വാർഡിൽ കണ്ണകുളം പഞ്ചായത്തിലെ വാർഡിൽ മത്സരിക്കുന്ന സനോബർ, അതോടൊപ്പം പുതുക്കുറിച്ചി വാർഡിൽ മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി. ഈ 7 വാർഡുകളും ഇപ്രാവശ്യത്തെ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ UDF പ്രവർത്തകന്മാരുടെ പ്രതീക്ഷ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന സംഘി സർക്കാരിനെക്കാട്ടിലും വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അരയും തലയും മുറക്കി ഇറങ്ങിയിരിക്കും. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അത് സംസ്ഥാന ഭരണത്തിന്റെ കാര്യം. ഇനി നമ്മുടെ ഈ 3 പഞ്ചായത്ത് എടുത്താൽ തന്നെ കഴിഞ്ഞ 5 വർഷമായിക്കോട്ടെ, ഇതിനു മുമ്പ് നടന്ന പല ടേമിലായിക്കോട്ടെ, അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ 3 പഞ്ചായത്ത് ഇടത് ഭരണത്തിലൂടെ. ഇടതുപക്ഷത്തിന്റെ ആൾക്കാർക്ക് മാത്രം ജോലിക്ക്, താൽക്കാലിക ജോലി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ജോലികൾക്ക് മാത്രം അവർ പ്രവേശിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കിരാതമായ ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം 3 പഞ്ചായത്തുകളും UDF പിടിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ. 12 വാർഡ് ഇപ്പൊ 13-ാം വാർഡായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ നമ്മുടെ പെരുമാതുറ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ വികസനം തൊട്ട് തീണ്ടാത്ത ഒരു വാർഡാണ് ഈ 13. അപ്പുറവും ഇപ്പുറവുമുള്ള വാർഡുകളിൽ വീടിന്റെ മെയിൻ്റനൻസിനുള്ള പൈസകൾ അനുവദിച്ചപ്പോഴും നമ്മുടെ ഈ വാർഡ് വളരെ മോശമായി പിന്തള്ളിക്കൊണ്ടാണ് അവർ അപ്പുറം ഇപ്പുറമുള്ള സ്ഥലങ്ങളിൽ വികസനം കാഴ്ചവെച്ചത്. പക്ഷെ നമ്മുടെ വാർഡിനെ പൂർണ്ണമായി അവഗണിക്കുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരുടെ പാർട്ടി റാലികളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്ത്രീകളടക്കം ചുവപ്പ് സാരിയൊക്കെ കൊടുത്ത് കൊണ്ടുപോയി അവരുടെ പാർട്ടി റാലികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരൊറ്റ കാര്യം അവർ മനഃപൂർവ്വം ചെയ്യാതാണ്. നമ്മുടെ കഴിഞ്ഞ 10-ാം വാർഡിൽ കഴിഞ്ഞ ആൾ ജയിച്ചത് ചരിത്രമായിട്ട് UDFിന്റെ സ്ഥാനാർത്ഥിയാണ്. ആ ഒരു കോൺഗ്രസ് തന്നെ അവിടെ ജയിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഈ മുതലപ്പുഴയിൽ സ്റ്റാർട്ട് ചെയ്ത തീരദേശ റോഡ് ആ വാർഡിലോട്ട് കടക്കാതെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പെരുമാതുറയിൽ പ്രശ്നിക്കുന്നു, കണ്ടില്ലേ നിങ്ങൾ UDF ജയിച്ചപ്പോൾ ഇവിടെ ഒരു റോഡ് കൊണ്ടുവരാൻ പോലും അവന് കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള ഏകത്താപ്പ് ജനങ്ങൾക്കിടയിൽ പറഞ്ഞ് പരത്തിക്കൊണ്ട് നുണ പ്രചരണം നടത്തിക്കൊണ്ട് എത്ര നാളുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും? തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ കൊത്തളങ്ങൾ ഇപ്രാവശ്യം ഇളകിയാലും UDFിന്റെ സ്ഥാനാർത്ഥികൾ പല വാർഡുകളും തിരിച്ചെടുക്കും. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ്. സ്ഥാനാർത്ഥികളെല്ലാം വിജയിപ്പിക്കണമെന്ന രീതിയിലാണ് അഭ്യർത്ഥന. ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളാണ് നമ്മൾ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൈപ്പറ്റിയാണ് വിജയിപ്പിക്കണം അഭ്യർത്ഥിക്കുന്നു. ദിവസങ്ങളോളം ഇവിടെ പട്ടിണി സമരങ്ങൾ നടന്ന് UDFിന്റെ പ്രവർത്തകന്മാർ പിടിച്ചു വാങ്ങിയ ഒരു വികസനമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ മുതലപ്പള്ളി പുലിമുട്ടിന്റെ നീളം കൂട്ടുന്ന പ്രവർത്തി 177 കോടി അത് കേന്ദ്ര സർക്കാരിൽ നിന്നും ഇവിടുത്തെ UDFിന്റെ പ്രവർത്തകന്മാർ നിരന്തരമായ സമര മുറകളിലൂടെ നേടിയെടുത്തതാണ്. അതുപോലും അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചില സഹാക്കന്മാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പലരുടെയും ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന സ്ഥിരം രീതിയാണ്. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വോട്ട് വാങ്ങാം എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് വേണം. ഞങ്ങൾ നല്ല നിലയിൽ ജനങ്ങളെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുക തന്നെ. നമ്മുടെ പേരിൽ സംസാരിക്കുന്നത് INDUC പെരുമാതുറ യൂണിയൻ ഓഫീസിലാണ്. ഇതിന്റെ തൊട്ടു മുന്നിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു പാർക്ക്. കേരളത്തിന്റെ ടൂറിസം വകുപ്പിൽ നിന്ന് കോടികൾ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചൊരു പാർക്കാണ്. ഇന്ന് വരെ ഈ ഇലക്ഷൻ പ്രഖ്യാപനത്തിന്റെ തലേദിവസം വരെ വേണമെങ്കിൽ അവർക്ക് അവസരം ഉണ്ടായിരുന്നു. ഇന്ന് വരെ ആ പണി പൂർത്തിയാക്കുകയോ അത് ഉദ്ഘാടനം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ഇപ്പോൾ അത് സാമൂഹിക വിരുദ്ധരുടെ താവളമായിട്ട് മാറിയിരിക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഒരു പാർക്ക് ഒരു സ്ഥലത്ത് വരുന്നത് അവിടുത്തെ ജനങ്ങളുടെ വികസനത്തിനും അവരുടെ ക്ഷേമപ്രവർത്തനം അല്ലെങ്കിൽ അവർക്ക് ഒരു ഉല്ലാസം കിട്ടാനാണ്. ഇതിപ്പം കൂരിന്മേൽ ഗുരു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇത്തരത്തിൽ പല കാര്യങ്ങളും തിരുവാതിരയെ അവഗണിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ തീർച്ചയായും പ്രതികരിക്കും. അത് വോട്ടുകളായി പ്രതിഫലിക്കുകയും ഈ വരുന്ന 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഇവിടുത്തെ നമ്മുടെ യുഡിഎഫ് പ്രവർത്തകന്മാർക്ക് സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടെ നടക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.